പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 37-ാം തിരുവചനം, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അതെ സ്നേഹമുള്ള മക്കളെ, നാളെ ഈ വർഷത്തെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. തിരുഹൃദയത്തിൻ്റെ വാത്സല്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബത്തെ ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് അപ്പനും അമ്മയും കൂലിവേല ഉൾപ്പെടുന്ന തൊഴിലുകൾ ചെയ്ത് പശുവിനെ വളർത്തി 3 പെൺകുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുടുംബം. 3 പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമായി, പക്ഷെ ആർക്കും നല്ല സുസ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നില്ല. ആ കുടുംബം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിൽ വിശ്വസിക്കുക, തിരുഹൃദയത്തിൽ ആശ്രയിക്കുക. ജൂൺ മാസം മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം തേടുന്നതിനായിട്ട് വന്ന് പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക. അങ്ങനെ അവർ ജൂൺ മാസം മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ഭക്തിയും ആദരവും കുടുംബത്തെ പുലർത്തുക മാത്രമല്ല, അനുദിനം ബലിയിലും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പങ്കുചേർന്ന് എല്ലാവരും. ആ ജൂൺ മാസത്തിൽ തന്നെ അതിൽ ഒരു പെൺകൊച്ചിന് നല്ല ജോലി ലഭിച്ചു. അത് ലഭിച്ച് ആദ്യത്തെ മാസത്തെ ശമ്പളം മുഴുവനും, വലിയൊരു തുകയുണ്ടായിരുന്നു, ആ തുക മുഴുവനും ആ പെൺകൊച്ച് ഉപയോഗിച്ചത് ഈശോയുടെ ദീപികാരുണ്യ ആരാധനയുടെ മുമ്പിൽ വെള്ളപ്പൂക്കൾ സമർപ്പിച്ച്, വെള്ള റോസാപ്പൂക്കൾ മാത്രം സമർപ്പിച്ച്, അത് ഭയങ്കരമായിട്ട് ആകർഷണമായ രീതിയിൽ ഒരു വെള്ളിയാഴ്ച ആ മകൾ അവളുടെ ജീവിതത്തിലുള്ളൊരു സമർപ്പണമായിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചു. ബാക്കി തുകയും ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള വെള്ളിയാഴ്ചകളിൽ ഈശോയ്ക്ക് പൂക്കൾ സമർപ്പിക്കാനായിട്ട് നൽകുകയും ചെയ്തു. ഇതിവരുടെ വിശ്വാസമാണ്, അത് അവരുടെ ഈശോയുടെ തിരുഹൃദയത്തിലുള്ള ആശ്രയബോധമാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 തിരുവചനം നമ്മെ പഠിപ്പിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സ്നേഹമുള്ളവരെ, ഞാൻ ഈ കുടുംബത്തെ, മുൻ പറഞ്ഞ ഉദാഹരണത്തിലെ കുടുംബത്തെ വിലയിരുത്തുകയാണെങ്കിൽ, അവർ പണ്ടേ നിരീശ്വരരായി ദൈവത്തിൽ നിന്ന് അകന്ന് നിരാശപ്പെട്ട് ജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് ആക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ ആർക്കും നിരാശ ബാധിക്കാതെ ഇരുന്നതിൻ്റെ കാരണം അവർ ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിച്ചും അതിൽ അഭയം ഗമിച്ചും അതിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയിരുന്നവരായിരുന്നതുകൊണ്ടും പരിശുദ്ധ കുർബാനയിൽ എന്നും തങ്ങൾ തന്നെ സമർപ്പിക്കുന്നവരായതുകൊണ്ടുമായിരുന്നു. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തകർന്ന ജീവിതമുള്ളവർ, കുടുംബജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവർ, ഇവരുടെയൊക്കെ ജീവിത മാതൃക സ്വായത്തമാക്കണം, സ്വന്തമാക്കണം. അങ്ങനെയാണ് നമുക്കും ഈ വർഷത്തെ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ അനുഗ്രഹമാകേണ്ടത്. ഈശോ നമ്മളെല്ലാവരെയും അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ആ സങ്കേതത്തിൽ അഭയം നൽകി സംരക്ഷിക്കട്ടെ. ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്